ഗുഡ് മോർണിംഗ്. വിമിത്ത തേർഡ് ടൈം നടത്തുന്നതാണ്. നമ്മൾ കോവിഡ് കാരണം കുറേ ഇൻട്രപ്റ്റഡ് ആയതാണ്. വിമിത്തയിൽ നമ്മൾ പ്ലാറ്റ്ഫോം ചെയ്യുന്നത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വോയിസസിനെയാണ്. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട വോയിസസിനെ നമ്മൾ സെൻറ്റർ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. അതാണ് വിമിത്തയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജെൻഡർ ആൻഡ് സെക്ഷുവലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്ലാറ്റ്ഫോം ചെയ്യുന്ന ഒരു വേദിയാണ്. നമ്മുടെ സ്പീക്കേഴ്സൊക്കെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് നമ്മൾ ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ എ പാർട്ട് അല്ലേ, നമ്മുടെ വേൾഡിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ സപ്പോസ് പലസ്തീൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ പലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു തോന്നൽ പലർക്കും ഉണ്ട് അല്ലേ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വേൾഡിൽ എന്ത് നടക്കണോ അതൊക്കെ നമ്മളെ എന്തെങ്കിലും ഒരു തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഇപ്പോൾ കേട്ടു ടോക്ക് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നടക്കുന്ന കാർബൺ എമിഷൻസ് കാരണം സഫർ ചെയ്യുന്നത് ആരാണ്? ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഒരു വേൾഡിലെ ഒരു കോർണറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. അത് എന്ത് തരത്തിൽ എഫക്റ്റ് ചെയ്യും ചിലപ്പോൾ ഇപ്പോഴല്ല, നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അറിയാം. അപ്പോൾ ഇത് നഗ്ബയുടെ ആനിവേഴ്സറി വീക്കാണ്. അതുകൊണ്ട് ഞാൻ പലസ്തീനിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. വേഗം തീർക്കാം. ഫാനി ലൂ ഹെമർ, അവർ ഒരു അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിലെ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അവർ പറയുന്ന ഒരു കാര്യമാണ്, നോബഡി ഈസ് ഫ്രീ അൺടിൽ എവ്രിബഡി ഈസ് ഫ്രീ. അതായത് നോബഡി ഈസ് ഫ്രീ ടിൽ എവ്രിബഡി ഈസ് ഫ്രീ. അത് ശരിയാണ്. പലസ്തീനിയൻ ഇഷ്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാവരും ചോദിക്കുന്നത് എന്താ? ഒക്ടോബർ 7 ഹമാസ് എന്താ ചെയ്തതെന്നാണ് എപ്പോഴും എല്ലാവരുടെയും ചോദ്യം. പലരുടെയും ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഒക്ടോബർ 7 സംഭവിച്ചു, അതിന് മുന്നേ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം പലരും ഭയങ്കര ലേസി ആയിട്ടാണ് അതിനെപ്പറ്റി അപ്രോച്ച് ചെയ്യണത്. 1948 തുടങ്ങിയതാണ് ഈ ഇസ്രായേലീസ് പലസ്തീനിയൻസിനെ ആ ഏരിയയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയത്. മെയിനായിട്ട് നഗ്ബ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം അറേബിക്കിൽ കറ്റാസ്ട്രോഫെ എന്നാണ്, അതായത് ദുരന്തം. അപ്പം അതിൻ്റെ 76th ആനിവേഴ്സറി ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോഴും നഗ്ബ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ മാതിരി വേൾഡിൽ എന്ത് നടക്കണോ അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത്, ഇന്നലെ ഡോക്ടർ ജാസ്മിൻ ഒരു ക്ലാസ് എടുത്തത് മൈൻഡ് ഓഫ് മ്യൂസിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഈ മ്യൂസിക് തന്നെ ഇസ്രായേലീസ് ആർ കോപ്റ്റിംഗ് പലസ്തീനിയൻ മ്യൂസിക് ആൻഡ് യൂസിങ്. അപ്പോൾ അതന്നെ വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് ഫോർ ഡിസ്കഷൻ. ഇഫ് സംബഡി ക്യാൻ ടേക്ക് ദാറ്റ് അപ്പ്, മേ ബി ഡോക്ടർ ജാസ്മിൻ ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് നെക്സ്റ്റ് ടൈം. നമ്മൾ ഇന്നലെ ഹിന്ദുത്വ പോപ്പിനെ പറ്റിയൊക്കെ സംസാരിച്ചുവല്ലോ. കേട്ട ആൾക്കാരോട് ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ മ്യൂസിക് ക്യാൻ ബി മിസ്യൂസ്ഡ് ഓൾസോ. അപ്പോൾ അത് മേ ബി നെക്സ്റ്റ് ടൈം വിൽ ഹാവ് എ ടോക്ക് ഓൺ ദാറ്റ്. അതുമാതിരി സോയ മാം ഇന്നലെ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും കാണാത്ത മാതിരി നടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പലസ്തീൻ്റെ കാര്യത്തിലും മാത്രമല്ല കേട്ടോ. നമുക്ക് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന പല സ്ഥലങ്ങളെ പറ്റി സംസാരിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് നമ്മൾ അത് പറയുമ്പോഴേക്കും നമ്മൾ സെപ്പറേറ്റിസ്റ്റ് ആണ്. അങ്ങനെയില്ല, ലേബിൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വരുന്നതാണ്. എനിക്ക് പലസ്തീനെ പറ്റി എത്ര വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷേ വേർഡ് ഉണ്ട്, അതെനിക്ക് പറയാനേ പറ്റില്ല. ബിക്കോസ് ദ മോമെൻറ്റ് ഐ ടോക്ക് അബൌട്ട് ഇറ്റ് ഐ ബിക്കം എ സെപ്പറേറ്റിസ്റ്റ്. അപ്പോൾ നവ്യ മാഡം ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു കാര്യം പറയാനില്ല. ആദ്യത്തെ 2 മാസം, അതായത് ഒക്ടോബർ 7 കഴിഞ്ഞിട്ടില്ല, 2 മാസത്തെ ആ ഇസ്രായേലി നടന്ന ആ ഒരു ഇതുണ്ടല്ലോ, അസോൾട്ട് ഓൺ പലസ്തീൻ, അതിൽ അവർ പറയുന്നത് അതിൻ്റെ ക്ലൈമറ്റ് കോസ്റ്റ് 150,000 ടൺ കോൾ കത്തിച്ചതിൻ്റെ തുല്യമാണ്. ആ ഫസ്റ്റ് 2 months അവർ അവിടെ ചെയ്തിരിക്കുന്ന ബോംബിങ്ങും എല്ലാത്തിൻ്റെയും ക്ലൈമറ്റ് കോസ്റ്റ് അത്രയാണ്. അപ്പം നമ്മൾ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലൈമറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മൾ ക്ലൈമറ്റിനെ പറ്റി വറീഡായിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ബോംബിങ്സും കാര്യങ്ങളും എല്ലാവരുടെയും പല കൺട്രീസിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ. അല്ലാതെ നമ്മൾ ക്ലൈമറ്റിനെ പറ്റി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേമാതിരി നമ്മുടെ ജേർണലിസ്റ്റ് ജിഷ മിസ്ഇൻഫോർമേഷനെ പറ്റി സംസാരിക്കാൻ പോവാണ്. അത് നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ മിസ്ഇൻഫോർമേഷൻ
പെട്ടെന്ന് ആൾക്കാർ ബിലീവ് ചെയ്യാൻ റെഡി. പക്ഷെ പാലസ്റ്റീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും അപ്പോഴും പറയുന്നത് October 7th ഒരു ഈ ഗ്രാമോഫോൺ റെക്കോർഡ് സ്റ്റക്ക് ആവുന്ന മാതിരിയാണ്. അപ്പോൾ നമ്മളുടെ ആ ലേസിനെസ് ഒന്ന് പോകണം, നമ്മൾ ഹിസ്റ്ററി ഒന്ന് വായിക്കണം. ഞാനിതിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനിൽ ഇലാൻ പാപ്പെ പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിയൻ ഉണ്ട്. ഹീസ് എൻ ഇസ്രേലി ഹിസ്റ്റോറിയൻ. അവരുടെ കുറേ വർക്ക് ഉണ്ട്. അപ്പോൾ ഇലാൻ പാപ്പയുടെ ഒരു നല്ലൊരു ബുക്കുണ്ട്, എത്നിക് ക്ലെൻസിങ് ഓഫ് പലസ്റ്റീൻ. അതുമാതിരി നൂർ മസൽഹ അവരുടെ കുറേ ഹിസ്റ്ററി, പലസ്റ്റീൻ്റെ ഹിസ്റ്ററി അവർ എഴുതിയിട്ടുണ്ട്. അതുമാതിരി നിരവധി ബുക്സ് ഉണ്ട് പലസ്റ്റീനിയൻ ഓഥേഴ്സിനെ. കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ. എൻ്റെ ഒരു സജഷൻ, പ്ലീസ് ആമസോൺ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതും, പക്ഷേ വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ബുക്സ് വായിച്ച് പഠിക്കുക, പലസ്റ്റീനെ പറ്റി പഠിക്കുക. ഇപ്പോൾ അതുമാതിരി ഡോക്ടർ മാലവിക പിന്നെ റൈറ്റിംഗ് ഫെമിനിസത്തിനെ പറ്റി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ, പലസ്റ്റീൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സെലക്റ്റീവ് ഫെമിനിസം ചെയ്യുന്ന എത്രയോ ഫെമിനിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ വെസ്റ്റേൺ വാല്യൂസിൻ്റെ ഒരു ഡബിൾ സൈഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫൈറ്റ് ചെയ്യുന്ന ഫൈനലി ആരാണ്? സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ US, UK, യൂറോപ്യൻ കൺട്രീസിലെ പല കൺട്രീസിലും സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യണത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കൺഫ്യൂഷനും ഈ ഒരു കോൺഫ്ലിക്ട്സൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ കുട്ടികൾക്ക് എന്താണ് നമ്മൾ അവരെ എത്ര ഈസിലി തള്ളി പറയുന്നതാണ് അല്ലേ? ഇപ്പോഴത്തെ ജനറേഷനൊന്നും അറിയില്ല, ഇപ്പോഴത്തെ ജനറേഷൻ അതില്ല ഇതില്ല. പക്ഷെ അവരാണ് എത്രയോ അവെയറാണ്. അവർക്കറിയാം വൈ ദേ ആർ ഫൈറ്റിംഗ് വരെ അറിയാം. അവരുടെ യൂണിവേഴ്സിറ്റീസിനെ ഇസ്രായേലി യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഹു ആർ ആക്ച്വലി ജെനോസൈഡിൽ ബെനിഫിറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ടൈസ് കട്ട് ചെയ്യണം എന്നാണ് അവർ പറയണത്. മനസ്സിലായില്ലേ? അപ്പം അത്രയും പഠിച്ചിട്ടാണ് ഇവരൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ വെസ്റ്റേൺ ഡെമോക്രസീസിൻ്റെയൊക്കെ ഈ ഒരു ഇക്വാലിറ്റി, ഫ്രീ സ്പീച്ച് എന്നൊക്കെ ഉള്ളത് എല്ലാം ഇല്ലാതെയായി. നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ന്യൂസ് കണ്ടാൽ നമുക്കറിയാം ഈ കുട്ടികളെ എത്ര ബ്രൂട്ടലായിട്ടാണ് പോലീസ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാം, ഇസ്രായേലി പ്രൊഡക്ട്സ് ബോയ്ക്കോട്ട് ചെയ്യാം. ഇസ്രായേലി പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ എല്ലാ ഇസ്രായേലിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് ജെനോസൈഡിൽ പങ്കെടുക്കണമെന്നല്ല പറയണേ. അപ്പോൾ നമ്മൾ ചിലത് മാത്രം പ്രോഫിറ്റ് ചെയ്യുന്നതുണ്ട്. ഇപ്പോൾ സപ്പോസ് കോക്കാണ്, പെപ്സിയാണ്, അതുമാതിരി പ്യൂമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പ്യൂമ പിന്നെ അതിൽ നിന്ന് പിന്മാറി. അവർക്ക് ഇക്കണോമിക്കലി ഒരു ഹേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ പ്യൂമ അതിൽ നിന്ന് മാറി. അല്ലെങ്കിൽ അവർ ഫുട്ബോൾ ടീമിനൊക്കെ ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അവരുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്കണോമിക് സാങ്ഷൻസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ തന്നെ ഇവിടെ ഈക്വാലിറ്റി ഇതൊന്നും വരില്ല. വി ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. അപ്പോൾ ദർ ഇസ് എൻ ആപ്പ് കോൾഡ് നോ താങ്ക്സ് ആപ്പ്. ആ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇത്തിക്കൽ ബൈയിങ് ആണോ അല്ലയോ എന്നല്ല കണ്ടുപിടിക്കാൻ പറ്റും. ട്രൈ ചെയ്യുക. ഞാൻ പെപ്സിയും കോക്കൊക്കെ നിർത്തി. ഞാൻ സാധനം വാങ്ങുമ്പോൾ ഇപ്പോൾ ഡവ് അങ്ങനത്തെയൊക്കെ പ്രൊഡക്ട്സ് വാങ്ങൽ നിർത്തി. എല്ലാം ഞാൻ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യണേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു സ്റ്റാർട്ട്. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത്, നമ്മുടെ വിമത ഇപ്പോൾ നമ്മളുടെ ഇവിടെ മിസ്റ്റർ ദയാനന്ദൻ, സുനിൽ, ഡോക്ടർ അരുൺ ഇവരൊക്കെ എല്ലാം വർക്ക് ചെയ്തിട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സത്യം പറയാമല്ലോ, എനിക്ക് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഭയങ്കര സൂപ്പർഫിഷ്യലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെ ഇത് ഏറ്റെടുത്ത്, വേറെ ഓർഗനൈസേഴ്സ് ഉണ്ട് കേട്ടോ, ഞാൻ പേര് വിട്ടുപോയതിനൊന്നും വിചാരിക്കരുത്. പക്ഷേ നമ്മൾ സ്ത്രീകളും പിന്നെ എനിക്ക് തോന്നുന്നത് ട്രാൻസ് പീപ്പിൾ, പിന്നെ കാസ്റ്റ് ഒപ്രസ്ഡ്, എല്ലാ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ഫോം ചെയ്യണം, ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് നമ്മൾ വിമത ഫ്രണ്ടിലോട്ട് നടത്തണം. ഭയങ്കര ഇൻക്ലൂസീവായിട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവാം. അത് നമ്മൾ പഠിക്കുക. നമ്മളുടെ കുഴപ്പങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പഠിക്കുക. വി ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. പക്ഷേ മിസ്റ്റേക്സ് നമ്മൾ അടുത്ത തവണ ചെയ്യാതിരിക്കാൻ നമ്മൾ അതിൽ നിന്ന് എന്താ പറയുക, ലേൺ ചെയ്യുക. അതാണ്. അപ്പം ഞാൻ ശീതൽ ശ്യാം ഞാൻ ക്ഷണിക്കുന്നു ടു ഇനോഗ്രേറ്റ് ദ സെഷൻ.